ഒരു കുട്ടിക്കാലം കാണിച്ചുകൊണ്ടാണ് മൂവി തുടങ്ങുന്നത്. മുത്തുവേൽ, മാണിക്യവേൽ എന്നിവരുടെ മൂത്ത സഹോദരനാണ് കാത്തവരാൻ രായർ എന്ന നായകൻ. കാത്തിരിപ്പിനൊടുവിൽ അവർക്കൊരു കൊച്ചു പെങ്ങളെ കിട്ടുന്നു. ദുർഗ എന്ന പേരുവെച്ചു നല്ല സന്തോഷത്തോടെ ജീവിക്കവേ ഒരു ദിവസം പുറത്തു പോയ അവരുടെ അച്ഛനും അമ്മയും വീട്ടിലേക്ക് തിരിച്ചു വന്നില്ല. അന്ന് രാത്രി അടുത്തറിയുന്ന ഒരു പൂജാരിയുടെ വീട്ടിൽ താമസിച്ചെങ്കിലും പണത്തിനു വേണ്ടി ദുർഗയെ വിൽക്കാനായി ശ്രമിക്കുന്നതറിഞ്ഞ് അയാളെ തലക്കടിച്ചു കൊന്ന് അവർ 4 പേരും ഒരു ലോറിയിൽ കയറി നാടുവിടുന്നു. പിന്നീട് വർഷങ്ങൾക്ക് ശേഷമാണ് കാണിക്കുന്നത്. ഒരു ഫുഡ് ട്രക്ക് നടത്തി കുടുംബത്തെ നോക്കി വരുന്ന കാത്തവരാൻ എന്ന രായൻ. അല്പം മുൻകോപക്കാരനും മദ്യപാനിയുമായ മുത്തുവേൽ രായനെ ഒത്തിരി ഇഷ്ടമാണ് മേഘലായ് എന്ന സ്ത്രീക്ക്. കോളേജിൽ ഇലക്ഷന് മത്സരിക്കുന്ന മാണിക്യവേലിനോട് MLAയുടെ മകനു വേണ്ടി സ്ഥാനം രാജിവെക്കാൻ രായൻ നിർദ്ദേശിക്കുന്നു. ഇഷ്ടമായില്ലെങ്കിലും അവൻ രായനെ അനുസരിക്കുന്നു. ആ നാട്ടിൽ സേതു, തുറയണ്ണൈ എന്നീ 2 ഗ്യാങ്ങുകളാണുള്ളത്. അവർ പരസ്പരം സ്ഥാനത്തിനു വേണ്ടി കലഹിക്കുന്ന സമയം അവരെ തീർക്കാനായി ഒരു കമ്മീഷണർ അവിടെ ജോയിൻ ചെയ്യുന്നു. നാടുവിട്ടു വന്ന രായന്റെ കുടുംബത്തിന് സഹായങ്ങൾ ചെയ്ത് അവരെ വളർത്തിയ ആളായിരുന്നു ശേഖർ. അങ്ങനെയിരിക്കെ ബാറിൽ വെച്ച് വാക്കുതർക്കത്തെ തുടർന്ന് ദുരയുടെ ആളെ മുത്തുവേൽ അടിക്കുന്നു. രായനും ശേഖറും ദുരയെ കണ്ട് മാപ്പു പറഞ്ഞെങ്കിലും പോലീസ് കേസ് പിൻവലിച്ചില്ലെങ്കിൽ മുത്തുവേലിനെ അറസ്റ്റ് ചെയ്യുമെന്നായി. തൻ്റെ എല്ലാ ധീരതകളും അടക്കിപ്പിടിച്ച് ഒരു പാവത്തനായി ജീവിച്ചിരുന്ന രായൻ ഇത് തൻ്റെ കുടുംബത്തെ ബാധിക്കുമെന്നായപ്പോൾ അവനെ ഹോസ്പിറ്റലിൽ പോയി കണ്ട് ഭീഷണിപ്പെടുത്തി കംപ്ലൈൻറ്റ് വിഡ്രോ ചെയ്യിപ്പിക്കുന്നു. 2 ഗ്യാങ്ങുകളെ തമ്മിലടിപ്പിക്കാൻ ഒരു ഭാര്യ വീട്ടിൽ നിന്ന് 2ാം ഭാര്യയുടെ വീട്ടിലേക്ക് പോകുന്ന സേതുവിൻ്റെ കാറ് പോലീസ് ആളെ വെച്ച് തല്ലി തകർക്കുന്നു. പ്ലാന് പോലെ തന്നെ സേതു ദുരയാണിത് ചെയ്തതെന്ന് സംശയിക്കുന്നു. പിന്നീട് കാണിക്കുന്നത് ദുർഗയുടെ കല്യാണക്കാര്യമാണ്. സ്ത്രീധനത്തുക തികയാത്തതിൽ ഫുഡ് ട്രക്കും അവർക്ക് കൊടുക്കാമെന്ന് രായൻ വാക്കു നൽകുന്നു. അങ്ങനെയിരിക്കെ മേഘലായ് തൻ്റെ അച്ഛനെ അപമാനിച്ചതിനെ പറ്റി പറഞ്ഞ് ബാറിൽ മദ്യപിക്കുകയായിരുന്ന മുത്തുവേലിനെ മുഖത്തടിക്കുന്നു. ഇതു കണ്ടുനിന്ന ബാറിലുള്ളവർ മുത്തുവേലിനെ പരിഹസിച്ചതിനെ തുടർന്ന് ബാറിലെ ആളുകൾ പരസ്പരം അടിക്കാൻ തുടങ്ങുന്നു. അതിൽ കുത്തേറ്റു വീണ മുത്തുവേലിന് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്ന സമയത്താണ് രായൻ അറിയുന്നത് അന്ന് മരിച്ചവരിൽ ദുരയുടെ മകനുമുണ്ടെന്ന്. ദുരൈ വിളിച്ച് നാളെ നേരം വെളുക്കുന്നതിൻ്റെ മുന്നേ മുത്തുവിനെ ഞങ്ങൾക്ക് വിട്ടു തന്നില്ലെങ്കിൽ ഫാമിലിയിലെ എല്ലാവരെയും വകവരുത്തുമെന്ന് ഭീഷണിപ്പെടുത്തി. കുടുംബത്തെ രക്ഷിക്കാനായി അവരൊന്നിച്ച് ദുരയുടെ വീട്ടിൽ ചെന്ന് ദുരയണ്ണനെ അടക്കം എല്ലാവരെയും തീർത്തു കളഞ്ഞു. എന്നിട്ട് എല്ലാ തെളിവുകളും നശിപ്പിച്ച് ഒന്നും അറിയാത്ത പോലെ മുന്നോട്ട് ജീവിച്ചു. ഇതെല്ലാം അറിഞ്ഞ സേതു തൻ്റെ ഗ്രൂപ്പിൽ ചേരാൻ പറഞ്ഞെങ്കിലും രായൻ അതിന് വിസമ്മതിച്ചു. ഇതിനിടെ മേഘലായ് പ്രഗ്നൻ്റ് ആവുകയും രായൻ തനിക്ക് വില കൽപ്പിക്കുന്നില്ലെന്ന് മനസ്സിലാക്കിയ മുത്തുവേൽ ജോലിക്ക് ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. ഒരു രാത്രി രായനെ തീർക്കാൻ സേതു ആളുകളെ അയക്കുകയും അതിൽ നിന്നും രക്ഷപ്പെട്ട് ഇനി അവനെ വെറുതെ വിട്ടാൽ ശരിയാവില്ലെന്ന് പറഞ്ഞ് ദുർഗയുടെ കല്യാണത്തലേന്ന് സേതുവിനെ തീർക്കാനായി അവൻ്റെ ഭാര്യ വീട്ടിലേക്ക് പോകുന്നു. എന്നാൽ അവിടെ ബന്ധിച്ച നിലയിൽ ദുർഗയെ കാണുകയും സേതുവിൻ്റെ ആളുകളിൽ നിന്നും അവളെ രക്ഷിച്ച് പുറത്തേക്ക് കടക്കുന്ന സമയം പിറകിൽ നിന്ന് ആരോ രായനെ കുത്തുന്നു. അത് മറ്റാരുമായിരുന്നില്ല, സഹോദരങ്ങളായ മുത്തുവേൽ രായനും മാണിക്യവേൽ രായനുമായിരുന്നു. ഒരു നിമിഷം സ്തംഭിച്ചു നിന്നെങ്കിലും വീണ്ടും അവനെ കുത്തി പരിക്കേൽപ്പിക്കുന്നു. ഇതുവരെ അവരുടെ സഹോദരനിൽ നിന്നും അവർക്ക് നേരിട്ട നിയന്ത്രണങ്ങൾ അവരെ അസ്വസ്ഥരാക്കിയിരുന്നു. അങ്ങനെയിരിക്കെയാണ് ജോലിയില്ലാത്ത അവർക്ക് സേതു ഒരു കൊട്ടേഷൻ പണി കൊടുക്കുന്നത്. എന്നാൽ ഇത് തങ്ങളുടെ സഹോദരനാണെന്ന് അവർക്ക് അപ്പോൾ അറിയില്ലായിരുന്നു. ആ ഒരു നിമിഷം അവർ ഇത് രായനാണെന്ന് മനസ്സിലാക്കിയെങ്കിലും അവനോടുള്ള ഉള്ളിലുള്ള ഒരു ദേഷ്യം അവരെ അതിന് പ്രേരിപ്പിച്ചു. കുത്തേറ്റ രായനും ദുർഗയും ഒരുവിധം രക്ഷപ്പെട്ട് ഒരു ക്ലിനിക്കിലെത്തുന്നു. അവിടെ ട്രീറ്റ്മെൻ്റ് എടുക്കുന്നതിനിടയിൽ ശേഖർ തൻ്റെ അനിയത്തിയെ സേതുവിൻ്റെ ഗ്യാങ്ങിൽപ്പെട്ട ഗുരു എന്നൊരാൾ പീഡിപ്പിച്ചതായി അറിയിക്കുന്നു. കുറേയധികം ദേഷ്യം മനസ്സിലൊതുക്കി ഒളിവിൽ താമസിച്ച് ആരോഗ്യം വീണ്ടെടുത്ത് അവർ പക തീർക്കാൻ ഒരുങ്ങുന്നു. സേതുവിൻ്റെ 2ാം ഭാര്യയെ കിഡ്നാപ്പ് ചെയ്ത് ഗുരുവിനെ ചോദിക്കുകയും അവനെ ടോർച്ചർ ചെയ്ത് കൊല്ലുകയും ചെയ്യുന്നു. അതിന് പകരമായി അവൻ ശേഖരനെ കൊല്ലുന്നു. ഇങ്ങനെ അക്രമങ്ങൾക്കൊടുവിൽ 2 ഗ്യാങ്ങിനെയും കോംപ്രമൈസിനായി വിളിച്ചു വരുത്തി അവിടെ വെച്ച് എല്ലാവരെയും തീർക്കാനായി പോലീസ് തീരുമാനിക്കുന്നു. പക്ഷേ സേതുവിൻ്റെ ഗ്യാങ്ങുകളെ കണ്ടപ്പോൾ പോലീസിന് അവിടെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അങ്ങനെ പോലീസ് മുന്നിട്ടിറങ്ങി അവർക്കിടയിൽ ഒരു കോംപ്രമൈസ് ഉണ്ടാക്കി. പിന്നീട് കാണിക്കുന്നത് ഒരു ഫെസ്റ്റിവലാണ്. അതിൽ ഡാൻസിനിടയിൽ തൻ്റെ സഹോദരനായ രായനെ കുത്തി പരിക്കേൽപ്പിച്ചതിന് പകരം ചോദിച്ചുകൊണ്ട് ദുർഗ സഹോദരനായ മാണിക്യനെ കുത്തിക്കൊല്ലുന്നു. ഒരു വലിയ ഫൈറ്റിനൊടുവിൽ സേതുവിനെ തീ കൊളുത്തി കൊല്ലുന്നു. ബാക്കി വന്ന മുത്തുവിനെയും അവൻ വെറുതെ വിട്ടില്ല, അവനെയും കത്തിക്കൊണ്ട് കുത്തിക്കൊന്നു. എന്നാൽ പിന്നീടാണ് കാണിക്കുന്നത് അന്നത്തെ മീറ്റിംഗിന് ശേഷം പോലീസ് സീക്രട്ടായി രായനെ കാണുകയും ഈ മുഴുവൻ ഗ്യാങ്ങുകളെയും നിർമ്മാർജ്ജനം ചെയ്താൽ നിനക്ക് പുതിയ ഐഡന്റിറ്റിയും പണവും തരാമെന്നും അതല്ല നീ അതിൽ കൊല്ലപ്പെടുകയാണെങ്കിൽ നിന്റെ അനിയത്തിയെ എൻ്റെ മകളെപ്പോലെ വളർത്താമെന്നും വാക്ക് കൊടുത്തിരുന്നു. എന്നാൽ ഇതിൽ നിന്നും രക്ഷപ്പെട്ടു വരുന്ന രായനെയും പെങ്ങളെയും അവിടെ വെച്ച് തീർക്കാനായിരുന്നു പോലീസിന്റെ ഉദ്ദേശം. പക്ഷേ രായൻ അതിനു നിൽക്കാതെ ദുർഗയെയും മേഘലായ് ഏൽപ്പിച്ച തന്റെ കുഞ്ഞിനെയും കൊണ്ട് ആ നാട് വിടുന്നു.